ഡ്രാഗൺ നമ്മുടെ ലവ് ടുഡേയിലെ നായകനായ പ്രദീപ് നായകനായ പുതിയ സിനിമ ഇന്നലെ തിയേറ്ററുകളിലെത്തി. അപ്പോൾ ഇന്നാണ് ഞാൻ കയറി സിനിമ കണ്ടത്. സെക്കൻഡ് ഷോ ആണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ എഴുന്നേറ്റ് വീഡിയോ റിവ്യൂ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഇപ്പം തന്നെ ഈ സിനിമയുടെ വീഡിയോ റിവ്യൂ ചെയ്യണം എന്ന് തോന്നി. വേഗം ചെയ്ത് രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളത് വിചാരിച്ച് ഞാൻ ഇപ്പം തന്നെ ഈ സിനിമയ്ക്ക് വീഡിയോ ചെയ്യണത്. അശ്വന്ത് മാരിമുത്തുവാണ് റൈറ്റ് ആൻഡ് ഡയറക്ടർ. അതുപോലെ തന്നെ ഇതിലെ നായകൻ പുള്ളിയുടെ ഇതിന് മുൻപത്തെ സിനിമ ലവ് ടുഡേ ആയിരുന്നു. ആ സിനിമ ഒരുവിധ ആൾക്കാർ കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കണത്. എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര നഷ്ടം തോന്നിയൊരു കാര്യമായിരുന്നു ആ ഒരു സിനിമ. ലവ് ടുഡേ എന്ന് പറഞ്ഞൊരു സിനിമ എനിക്ക് തിയേറ്ററിൽ മിസ്സായി എന്നുള്ളൊരു കാര്യം. കാരണം അത് അതുപോലൊരു പടമായിരുന്നു ലവ് ടുഡേ. ഞാൻ ഫോണിലാണ് ആ സിനിമ കണ്ടത്. എന്ത് കിടിലം പടമായിരുന്നു ലവ് ടുഡേ. ഭയങ്കരമായിട്ട് ഞാൻ ആസ്വദിച്ച് കണ്ട ഒരു സിനിമയായിരുന്നു ലവ് ടുഡേ. തിയേറ്ററിൽ മിസ്സായൊരു പടമായിരുന്നു. അതുകൊണ്ടാണ് ഈ സിനിമ ഞാൻ തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്തത്. പുള്ളി ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമയുണ്ട്, നമ്മുടെ ജയൻ രവിയുടെ കോമാളി എന്ന് പറഞ്ഞൊരു പടം. എനിക്ക് തോന്നുന്നു 2019 തോന്നുന്നു ആ സിനിമ ഇറങ്ങിയത്. അത് കിടിലം പടമായിരുന്നു കോമാളി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയായിരുന്നു. അങ്ങനെ അതിന് ശേഷമാണ് പുള്ളി നായകനായിട്ട് ലവ് ടുഡേക്ക് അഭിനയിച്ചത്. അങ്ങനെ പുള്ളിയുടെ പുതിയ സിനിമ ഡ്രാഗൺ തിയേറ്ററിലെത്തി. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ് ഈ സിനിമ. കാരണം ഞാൻ അത്യാവശ്യം ആസ്വദിച്ച് കണ്ട ഒരു സിനിമ. ഇതിലെ നല്ല കഥ, നല്ല വൃത്തിയിൽ അവരത് എടുത്തു വെച്ചു. ഈ ഒരു സ്റ്റോറി ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷൻ്റെ ഇടയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ലവ് ടുഡേ എന്ന് പറഞ്ഞ സിനിമയുടെ സ്റ്റോറി നിങ്ങൾക്കറിയാം. അതും ഇന്നത്തെ ജനറേഷനിൽ ആ ഒരു കഥ അവർ കൊടുക്കുന്ന സന്ദേശത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ലവ് ടുഡേ എന്ന് പറഞ്ഞ സിനിമയുടെ അവസാനം ആ ഒരു സന്ദേശം അതുപോലെ തന്നെയാണ് ഈ ഒരു സിനിമ ഈ ഒരു കാലഘട്ടത്തിൽ ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ചെറുപ്പക്കാർക്ക് ഇന്നത്തെ ഒരു ജനറേഷനിൽ അത്യാവശ്യം വാല്യൂ ഉള്ള ഒരു സന്ദേശം തന്നെയാണ് ഈ സിനിമയിലൂടെയും അവർ പറയുന്നത്. അത് വളരെ വൃത്തിയിൽ തന്നെ അവരത് എടുത്തു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് ആസ്വദിച്ച കോമഡികളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതായത് ഇപ്പോൾ ലവ് ടുഡേയിലുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു സാധനങ്ങൾ ഇതിൽ അത്രയ്ക്കില്ല. പക്ഷെ എന്നാൽ പോലും അത് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തന്നെ അവർ അത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലെ ഇൻ്റർവെൽ സീനൊക്കെ ഉണ്ട് ഈ സിനിമയുടെ. അതൊക്കെ കൊണ്ടു നിർത്തിയതുണ്ടല്ലോ, അടിപൊളിയായിട്ടാണ് ആ സാധനം അവർ ആ ഇൻ്റർവെൽ ബ്രേക്ക് അവരത് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങനെ സെക്കൻഡ് ഹാഫ് ആയാലും അതുപോലെ തന്നെ ഈ സിനിമയിൽ വരുന്ന നമ്മുടെ മലയാളം റെഫറൻസുകൾ അത് എടുത്ത് പറയുന്നത് വേണം. അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. ആ മലയാളം റെഫറൻസുകൾ, നമ്മുടെ പ്രേമം റെഫറൻസ്, ഇതിലെ ഫസ്റ്റ് വരുന്ന റെഫറൻസ് മറ്റേ തെമ്മാടിക്കാറ്റ് ആ പാട്ടില്ലേ, ആ പാട്ടിന്റെ ഒരു റീല് ചെയ്യുന്നുണ്ട് പ്രദീപ്. അത് ഒരു റെഫറൻസ്. അത് കഴിഞ്ഞ് എടുത്തു പറയട്ടെ നമ്മുടെ പ്രേമം റെഫറൻസ്. പ്രേമം പിന്നെ തമിഴ്നാട്ടിൽ അത്രയോളം ഉണ്ടാക്കിയ ഒരു സിനിമ. നമുക്കറിയാം ആ സിനിമ എത്രത്തോളം, പ്രേമം എന്ന് പറഞ്ഞൊരു പടം എത്രത്തോളം ഓളാണ് ഉണ്ടാക്കിയിരുന്നത്. അത് മാസ്റ്ററിൽ, വിജയ് സിനിമയായ മാസ്റ്ററിൽ പോയി അതിന്റെ റെഫറൻസ് മലയാളികൾ ഞെട്ടിപ്പോയതാ. വീണ്ടും അതിന്റെ മറ്റൊരു റെഫറൻസ് ആണ് ഈ സിനിമയില് നമ്മുടെ പ്രേമത്തിലെ മലരെ സോങ്. ഇതിലൊരു മിസ്സിനെ പ്രേമിക്കണ ഒരു പരിപാടികളൊക്കെ ഉണ്ട്. അതിൽ നമ്മുടെ മലരെ എന്നെ ആ സാധനമൊക്കെ വരുമ്പോഴല്ല ഒരു തമിഴ് സിനിമയിൽ ഒരു മലയാളം പാട്ടിന്റെ റെഫറൻസ്. അത് പിന്നെ പ്രേമം പിന്നെ അത്ര ഓളുണ്ടാക്കിയ ഒരു സിനിമയാണ്, അത് വേറെ കാര്യം. അതുപോലെ എല്ലാവർക്കും അറിയാം. കാരണം മാസ്റ്ററിൽ പോലും, വിജയ് പടം മാസ്റ്ററിൽ പോലും, ഒരു വിജയ് സിനിമയ്ക്ക് പോലും ആ പ്രേമ റെഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ അറിയാം ആ സിനിമ എത്രത്തോളം ഓളുണ്ടാക്കിയിട്ടുള്ളൊരു പടമാണ്. ഈ പടത്തിലും പ്രേമം റെഫറൻസ് ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമായിരുന്നു. പിന്നെ നമ്മുടെ ആവേശം, നമ്മുടെ എല്ലുമിനാണ്ടി ആ നമ്മുടെ പാട്ട്, എല്ലുമിനാണ്ടി പാട്ടൊക്കെ വരുന്നുണ്ട്. ആവേശം ആ പാട്ടും റെഫറൻസ് അതൊക്കെ അടിപൊളിയായിരുന്നു. ഒരു മലയാളം റെഫറൻസുകളൊക്കെ അടിപൊളിയായിരുന്നു. ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര ഒരു മനസ്സ് നിറഞ്ഞു. ഈ ക്ലൈമാക്സും ആ എൻഡിങ്ങും അത് എനിക്ക് നന്നായിട്ട് അത് മനസ്സ് നിറഞ്ഞു. ആ ശരിക്കും ഒരു ഫീലാവും നമുക്കത്. ഇതിൻ്റെ എൻഡിങ്ങിൽ ഒരു സർപ്രൈസ് ഉണ്ട്. അത് ആരാ ഇതിനെ പറയണില്ലേ, അത് ഭയങ്കരമായിട്ടുള്ളൊരു സർപ്രൈസ് അല്ല. പക്ഷെ ഈ ഒരു സിനിമയിൽ അവർ വന്നപ്പോൾ എനിക്ക് നന്നായിട്ട് അത് ഇഷ്ടമായി. അത് ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു. ആ ഒരു എൻഡിങ്ങിൽ വന്ന ആ ഒരു ചെറിയൊരു സർപ്രൈസ് റോള്, ക്ലൈമാക്സും എൻഡിങ്ങൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു എന്താ പറയുക, മനസ്സ് നമ്മൾ ഹാപ്പിയായി. അങ്ങനെ
വളരെ സന്തോഷത്തോടു കൂടി തിയേറ്ററിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വന്നു. നന്നായി ആസ്വദിച്ച ഒരു സിനിമയായിരുന്നു ഡ്രാഗൺ. അത്യാവശ്യം കോമഡിയും റൊമാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ മ്യൂസിക്, പാട്ടുകളും സ്കോറുകളൊക്കെ കുറച്ചുകൂടിയും, അതായത് നമ്മുടെ ലവ് ടുഡേയിലത്തെ പാട്ടുകളും അതിൽ വരുന്ന സ്കോറുകളൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു ലെവലില്ല, അത് കുറച്ചും കൂടിയും ഒന്ന് നന്നായിരുന്നെങ്കിൽ എനിക്ക് തോന്നിപ്പോയി ഈ പടത്തിലെ പാട്ടുകളും ഒക്കെ. കാരണം അങ്ങനെ ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ രസമുണ്ട്, പക്ഷേ ഭയങ്കരമായിട്ട് ഓർത്തിരിക്കാൻ പറ്റിയ സോങ്സോ കാര്യങ്ങളൊന്നുമല്ല. എങ്കിലും നമുക്ക് ആ ഒരു പടത്തിൻ്റെ ഒരു വൈബിൽ നമുക്ക് ഒറ്റ തവണ കണ്ട് ആസ്വദിക്കാം ഇതിലെ മ്യൂസിക് വർക്കൊക്കെ. എന്നൊരു ലൊക്കേഷനാണ്, നമുക്ക് മോശം പറയാനൊന്നുമില്ല, എങ്കിലും കുറച്ചുകൂടി നന്നാക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഓവറോൾ കുഴപ്പമില്ല, അത് നമുക്കങ്ങനെ ഒരു നെഗറ്റീവായിട്ടൊന്നും പറയാൻ പറ്റില്ല, കുറച്ചുകൂടി നന്നാക്കായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഓവറോൾ എനിക്ക് സിനിമ നന്നായിട്ട് ഇഷ്ടമായി. ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആയത്. ലവ് ടുഡേ ഒക്കെ ആസ്വദിച്ച് കണ്ടവരാണ് നിങ്ങളെങ്കിൽ ഈ സിനിമ നിങ്ങൾ മിസ്സാക്കരുത്. പറ്റുന്നവർ തിയേറ്ററിൽ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. കേരളത്തിൽ അധികം തിയേറ്ററുകളൊന്നും ഈ സിനിമ ഇറങ്ങിയിട്ടില്ലെങ്കിലും പറ്റുന്നവർ നിങ്ങളുടെ അടുത്ത തിയേറ്ററുകളുണ്ടെങ്കിൽ, തിയേറ്ററിൽ ഈ സിനിമ ഉണ്ടെങ്കിൽ അത് പോയി കാണാൻ വേണ്ടി നോക്കുക. തിയേറ്ററിൽ മിസ്സാക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്യാവശ്യം നല്ലൊരു സിനിമയാണ്. പറ്റുന്നവരെന്തായാലും ഒന്ന് കണ്ടു നോക്കുക.